ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. എവിടാണെന്നല്ലേ? ആമ്പൽപ്പാടത്തിലേക്കാണ്. നിങ്ങളെല്ലാവരും മലരിക്കിലെ ആമ്പൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോകുന്ന ആമ്പൽപ്പാടം കുറച്ച് പേരൊക്കെ കണ്ടു കാണും. വെറും 500 രൂപയുടെ ചെലവ് മാത്രമേ നമുക്കുള്ളൂ, പെട്രോൾ അടിക്കാൻ മാത്രം. ഇവിടെ പോകാനായിട്ട് നമുക്ക് വേറെ ചെലവ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പോകാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയും പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം നോക്കി നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കണം. നിങ്ങൾ പോകുമ്പോൾ ഇത് കൊണ്ടുപോവാണെങ്കിൽ നല്ല രസമായിരിക്കും. വഴിയിലൊക്കെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫാമിലി ട്രിപ്പ് ഇതാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും പോകണം. ഞങ്ങളിവിടെ 2 സ്ഥലത്താണ് പോകുന്നത്. ഒന്ന് ആമ്പൽ കാണാനും ഒന്ന് അമ്പലത്തിലുമാണ് പോകുന്നത്. ദക്ഷിണ മൂകാംബിക എന്ന് പറഞ്ഞ പനച്ചിക്കാട്ട് അമ്പലത്തിനാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ആമ്പൽപ്പാടം. അതിൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആമ്പൽ ബസ് ഒന്ന് കണ്ടാലോ? സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. ഞാൻ ഇതൊക്കെ ശരിയാവുന്ന എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 9. 9-ലാ? എടാ, ഈ അടുത്ത് നിൽക്കുന്ന പറിക്കടാ. ഞാനൊന്നും കാണുന്നില്ലേ? Panachikad, popularly known as Dakshina Mookambika, is a picturesque village nestled in the Kottayam district of Kerala. Offers a unique and immersive tourism experience that showcases the region's natural beauty, traditional lifestyle, and rich cultural heritage. The place is renowned for its stunning blooms of Nymphea stellata, commonly known as the blue lotus, star lotus, red water lily, dwarf aquarium lily, blue water lily, blue star water lily, or manal flower. This beautiful water lily belongs to the genus Nymphea and is celebrated for its vibrant colors and star-like appearance. The seasonal blooming of these flowers transforms Panachikad into a mesmerizing landscape, attracting tourists and nature enthusiasts who wish to witness this natural spectacle. The paddy fields of Panachikad are a sight to behold, especially during monsoon season when they are flooded with water, creating a mirror-like effect. The fields turn a vibrant green as the rice plants grow, offering picturesque views that are perfect for photography. The best time to visit Panachikad is from October to March, when the weather is cool and pleasant, making it ideal for sightseeing and outdoor activities. Panachikad is well connected by road and is easily accessible from major towns and cities in Kerala. The nearest major town is Kottayam. One of the best ways to experience the beauty of Panachikad is by taking a canoe ride through the paddy fields. ആമ്പൽ പാടം ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഏത്തയ്ക്കപ്പം മുട്ടയായിരുന്നു. മുട്ട കഴിച്ചു തീർത്തു. ചേച്ചി കാറിനകത്തിരുന്ന ചോറ് കഴിക്കുന്നത്. ഇത് അപ്പുറത്താണ് ആമ്പൽപ്പാടം. ഞങ്ങൾ ആമ്പൽപ്പാടത്തിന്റെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണിത്. നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഇടണം. നല്ലൊരു ഏരിയ ആണ്. ഇതാണ് താടിക്കാരൻ കുണ്ട. ആമ്പൽ ഞങ്ങള് അവിടെ നിന്ന് എടുക്കാൻ വന്നായിരുന്നു. ഇത് പനച്ചിക്കാടിനെയാണ്, അല്ലാതെ നമ്മുടെ മലരിക്കലെ അല്ല. ഇതിന്റെ തൈ ഒക്കെ എടുത്തിട്ടുണ്ട്, വലിയ തൈയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ആമ്പൽപ്പാടങ്ങൾ, നല്ല രസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.